ഹലോ നമസ്കാരം, ഞാൻ ബിന്ദു വിപിൻ. ബിന്ദു സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രുചികരമായ ഒരു നാടൻ കൂട്ടാൻ്റെ റെസിപ്പി ആയിട്ടാണ്. പഴം പുളിശ്ശേരി. നേന്ത്രപ്പഴം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സ്വാദിഷ്ടമായ ഒരു വിഭവമാണ് പഴം പുളിശ്ശേരി. എങ്ങനെയാണ് പഴുത്ത നേന്ത്രപ്പഴം കൊണ്ട് പഴം പുളിശ്ശേരി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 2 നേന്ത്രപ്പഴമാണ് ഞാൻ നുറുക്കിയെടുത്തിട്ടുള്ളത്. ചെറിയ നേന്ത്രപ്പഴമായിരുന്നു, അതുകൊണ്ട് 2 നുറുക്കിയെടുത്തു. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം. ഇത് വേവാൻ ആവശ്യമായ അത്രയും വെള്ളം. 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആദ്യം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടുപ്പത്ത് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. ആ സമയം കൊണ്ട് കുറച്ച് നാളികേരം ചിരകിയെടുത്തിട്ടുണ്ട്. 1 മുറി നാളികേരം ചിരകിയെടുത്തു കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ജീരകം, കുറച്ച് പച്ചമുളക്. ജീരകവും പച്ചമുളകും ചേർത്തിട്ട് ഈ നാളികേരം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. നാളികേരം ജീരകവും പച്ചമുളകും ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തു. നേന്ത്രപ്പഴം നന്നായിട്ട് വെന്ത് കിട്ടി. പിന്നെ ഇതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി അരപ്പ് നന്നായിട്ട് വേവണം. അരപ്പ് നന്നായിട്ട് വെന്തു, ചാറൊക്കെ നന്നായിട്ട് കുറുകി. ഈ സമയത്ത് ഇതിലേക്ക് നല്ല പുളിയുള്ള തൈര് ഒഴിച്ചു കൊടുക്കണം. ഞാൻ 1 കപ്പ് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തൈരിന് പുളി കുറവാണെങ്കിൽ കുറച്ച് കൂടുതൽ തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഇങ്ങനെ ചൂടാക്കി എടുക്കണം. തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കറി തിളപ്പിക്കാൻ പാടില്ല, നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാനേ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ തൈര് തിളയ്ക്കാതിരിക്കാൻ വേണ്ടി നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നന്നായിട്ട് ഇളക്കി അത് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉലുവപ്പൊടി ചേർക്കുന്നത് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നിങ്ങളെടുക്കുന്ന പഴം മധുരം കുറഞ്ഞതാണെന്നുണ്ടെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് ശർക്കരയോ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാം. അത് നിർബന്ധമില്ല, ഓപ്ഷണലാണ്. പഴത്തിന് മധുരം കുറവാണെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. നല്ല മധുരമുള്ള പഴമാണെങ്കിൽ ശർക്കരയും പഞ്ചസാരയും ഒന്നും ചേർക്കാതെ തന്നെ കറിക്ക് ചെറിയൊരു മധുരം ഉണ്ടാവും. ഇനി ഇതിലേക്ക് വറുത്തിടാൻ വേണ്ടി ചീഞ്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടുമ്പോൾ ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതേ എണ്ണയിൽ തന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ കറിക്ക് നല്ലൊരു കളറ് കിട്ടും. ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല രുചികരമായ പഴം പുളിശ്ശേരി തയ്യാറായിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവണം കേട്ടോ. ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. നമസ്കാരം.